ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. അതാണ് വാട്ടർ. വെള്ളത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സോഴ്സാണ്. ചിലവില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ്. വെള്ളമില്ലാതെ നമുക്കൊരു ദിവസമെങ്കിലും ജീവിക്കാൻ കഴിയുമോ? നമുക്ക് ദാഹിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരുകയും, അതേപോലെ തന്നെ ജീവജാലങ്ങളുടെ എല്ലാ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? വെള്ളമില്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെ വെള്ളം എന്ന് പറയുന്നത് അഥവാ വാട്ടർ നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഏറ്റവും മുഖ്യമായ ഒന്നാണ്. ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? വെള്ളത്തിൽ നിന്നായിരിക്കും ജീവൻ ഉണ്ടായതെന്ന്. ഇപ്പോഴും നമ്മൾ എന്താണ് മറ്റു ഗ്രഹങ്ങളിലൊക്കെ വെള്ളം ഉണ്ടോ എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നാറില്ലേ? നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടില്ലേ ചൊവ്വയിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ അയക്കുന്നത്? അപ്പം വെള്ളമെന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്? ഈ വെള്ളത്തിന് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളം ഏതൊക്കെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും? അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൽ വെള്ളത്തിൻ്റെ വിവിധ പ്രോപ്പർട്ടീസ് പഠിക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നതെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ജലത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. നമ്മുടെ മനുഷ്യ ശരീരം അഥവാ ജീവജാലങ്ങൾ ഇതിലെല്ലാം ഇവയുടെ എല്ലാം ശരീരം നിർമ്മിച്ചിരിക്കുന്നതിൽ 65% 65% ഓഫ് ദ ബോഡി പാർട്സ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ. വാട്ടറിലാണ് നമ്മുടെ എല്ലാം ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? ജലത്തിൻ്റെ കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. 65% ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ. അതേപോലെ തന്നെ ഈ വെള്ളം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളത്? ഒരു ദിവസം നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വെള്ളമില്ലാതെ സാധിക്കുമോ? നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് വെള്ളം കൊണ്ട് നടക്കുന്നത്? മനുഷ്യന് മാത്രമാണോ വെള്ളം ആവശ്യമുള്ളത്? ജീവജാലങ്ങൾക്കെല്ലാം വെള്ളം ആവശ്യമില്ലേ? മരങ്ങൾക്കും ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും വെള്ളം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മൾ ജലത്തിൻ്റെ ഉപയോഗമുണ്ട്. അതേപോലെ എനർജി പ്രൊഡക്ഷൻ, അണക്കെട്ടുകളിലെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി. അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ വേണ്ടത് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് നമുക്ക് നോക്കാം. അപ്പം ജലത്തിൻ്റെ വിവിധ സോഴ്സുകൾ നോക്കാം. ഏതൊക്കെ സോഴ്സുകളിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? Where can we get water? About 97% of the water on the earth's surface is in the world's oceans. ഓഷ്യൻസ് ആണ് നമ്മുടെ ഈ വാട്ടറിൻ്റെ 97% നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? എർത്തിലുള്ള വാട്ടറിൻ്റെ 97% ഓഷ്യൻസിലാണ്. ഡിഫറെൻറ്റ് ഓഷ്യൻസ് നമ്മുടെ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അതുപോലെ ഒരുപാട് ഓഷ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ കിട്ടുന്ന സോഴ്സുകൾ, നമ്മുടെയൊക്കെ വീട്ടിൽ വാട്ടർ കിട്ടുന്ന എവിടുന്നാ? നമുക്ക് കിണറുകളിൽ നിന്ന് കിട്ടും, കുളങ്ങളിൽ നിന്ന് കിട്ടും, ലേക്സ്, റിവേഴ്സ്, പോളാർ ഐസ് ക്യാപ്സ്, ക്ലൗഡ്സ്, റെയിൻ, സ്റ്റോർഡ് ഇൻ റോക്സ്, സീ ലേക്സ്, ഇവിടെ നിന്നെല്ലാം നമുക്ക് വാട്ടർ കിട്ടും. ഓക്കെ. അതേപോലെ വാട്ട് ഡു വി നീഡ് വാട്ടർ? വൈ ഡു വി നീഡ് വാട്ടർ? എന്തിനാണ് നമുക്ക് വാട്ടർ ആവശ്യം? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വാട്ടർ വഴിയാണല്ലേ? ടു ക്യാരി ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് ഇൻ ദ ബോഡി. ഓക്കെ. നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ എതിരെയാണ് പോകുന്നത് ബ്ലഡിൽ കൂടിയല്ലേ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നത്?
അപ്പം ബ്ലഡിലാണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പം അതേപോലെ തന്നെ വേസ്റ്റ്, നമ്മുടെ എക്സ്ക്രീഷൻ നടക്കുന്നത് എങ്ങനെയാണ്? വാട്ടറിൽ കൂടിയാണ് അല്ലേ എക്സ്ക്രിയേഷൻ നടക്കുന്നത്. അതേപോലെ ടു ലൂബ്രിക്കേറ്റ് ജോയിൻറ്റ്സ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ബോഡി ടിഷ്യൂസ്, ടു കൂൾ ദ ബോഡി എസ്പെഷ്യലി ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ടു യൂസ്ഡ് ഇൻ ഫാക്ടറീസ്, അഗ്രികൾച്ചർ, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്. അപ്പം വെള്ളത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത്രയും ഉപയോഗങ്ങൾക്കെല്ലാം നമ്മൾ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ കണ്ടു അല്ലേ? ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമുക്ക് റെയിൻ വാട്ടർ ഉണ്ട്, സർഫസ് വാട്ടർ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ കുഴൽക്കിണറുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന വെള്ളമില്ലേ, അതിന് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയാം. പിന്നെ സർഫസ് വാട്ടറിന് നമുക്ക് റിവറുകൾ അല്ലേ, ടാങ്ക്, പോട്ട്സ് ആൻഡ് ടേക്സ്, അതൊക്കെ നമുക്ക് എന്ത് പറയാം, സർഫസ് വാട്ടറിലാണെന്ന് പറയാം. അതുപോലെ ഷാലോ വെൽസ്, ഡീപ്പ് വെൽസ്, സ്പ്രിങ്സ്, ഇതൊക്കെ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകളായിട്ടും പറയാം. ഈ ചിത്രത്തിൽ നമുക്ക് എന്നതാ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ ചായയൊക്കെ എടുക്കുമ്പോൾ കാണാറില്ലേ, കട്ടൻ ചായയൊക്കെ എടുക്കുമ്പം വെള്ളത്തിൽ നല്ല കുമിളകൾ പോലെ വന്നു കഴിയുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ചായപ്പൊടി അതിലേക്ക് ഇടുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം അത്രയും നേരം ചൂടാക്കാൻ വെച്ചിട്ടും അങ്ങനെ കുമിളകൾ വരുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇടുന്നത്? ഈ ചിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ടല്ലേ വെള്ളത്തിൽ കുമിളകൾ പോലെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനാ നമുക്ക് എന്ത് പറയാം, വാട്ടർ ബോയിൽ ചെയ്യുവാന്ന് പറയാമല്ലേ. ഈ വാട്ടറിൻ്റെ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ കുമിളകൾ വരുമ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറയാമോ? വെള്ളം ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞ് എന്താ പറയുക, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ നല്ല കൂടി ആദ്യം ചെറിയ ചെറിയ കുമിളകളായിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ കാണും അല്ലേ. നമ്മളൊരു പാത്രത്തിനകത്ത് വാട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, ആദ്യം ചെറിയ ചെറിയ കുമിളകൾ പോലെ നമുക്ക് പാത്രത്തിൻ്റെ അടിവശത്ത് കാണാൻ സാധിക്കും. പിന്നീട് ഇതേപോലെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നത് കാണാം അല്ലേ. അപ്പം ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയാം? ഈ ഒരു സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ കുമിളകൾ തിളച്ച് പോകുമ്പം അതിൻ്റെ മുകളിലൊന്ന് കൊണ്ട് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നും അല്ലേ. ഇങ്ങനെ കയ്യിൽ എന്നിട്ട് നമ്മൾ കൈ എടുത്ത് നോക്കുമ്പോഴോ ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളിത് കണ്ടിട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നിത് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങളിന്ന് ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് കൈ ഒന്നും കൊണ്ടുപോയി വെച്ച് കഴിയുമ്പം നമുക്ക് എന്തോ കയ്യിൽ തട്ടുന്ന പോലെ തോന്നും. നമ്മൾ കൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ കയ്യിൽ നിറച്ചും വെള്ളത്തുള്ളികളിങ്ങനെ കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ്? ആ വെള്ളം എങ്ങനെയാണ്, ഈ പാത്രത്തിലിരുന്ന വെള്ളം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചത്? നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാത്രത്തിലുള്ള വെള്ളം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? ഓഫ് കോഴ്സ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചത്? അപ്പം അതിൻ്റെ സ്റ്റേറ്റിൽ, ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് വേറെ ഏതോ ഒരു സ്റ്റേറ്റിലേക്ക് മാറിയാണ് നമ്മുടെ കയ്യിലെത്തിയേക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? ഈ വെള്ളം ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ കൊണ്ടുപോയി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ തിളയ്ക്കുമോ? വെള്ളത്തിൽ ഇങ്ങനെ കുമിളകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ലല്ലേ. നമ്മൾ ഒന്നെങ്കിൽ ഒരു സ്റ്റവിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിലൊക്കെ വെള്ളം വെച്ചാലല്ലേ ഇങ്ങനെ തിളയ്ക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഒരു ഹീറ്റ്, നമ്മളൊരു എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ വെള്ളം എന്ത് ചെയ്യുള്ളൂ, ഇതുപോലെ തിളയ്ക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആ എനർജി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് എനർജിയാണ് കൊടുക്കുന്നത്? നമ്മൾ ഹീറ്റ് എനർജിയാണ് കൊടുക്കുന്നത്. ഒരു ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വെള്ളത്തിന് ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. നമ്മളൊരു തെർമോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നറിയാമോ? 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്,
ഈ തിളച്ച് കഴിയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലിക്വിഡ് ബോയിൽസ് അറ്റ് ദ ടെമ്പറേച്ചർ വെൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ ഈക്വൽസ് ദ സറൗണ്ടിങ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദാറ്റ് മീൻസ് when the temperature increases, the liquid state of the water is converting to the vapor state. The particular point is called boiling point of water. That means the temperature at which the liquid boils at a normal atmospheric pressure is its boiling point. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 100 ഡിഗ്രി സെൽഷ്യസിലെത്തി കഴിയുമ്പം ഈ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? ഈക്വൽസ് ടു ദി സറൗണ്ടിങ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവുന്നു. സോ ദ വാട്ടർ ഗെറ്റ് ബോയിൽസ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ ജസ്റ്റ് കൺവേർട്ടിംഗ് ടു ദ ലിക്വിഡ് ടു വാട്ട് സ്റ്റേറ്റ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴെങ്കിലും ഈ കുക്കറിലൊക്കെ ഇങ്ങനെ ആവി പോകുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലേ? ഈ കുക്കറിൻ്റെയൊക്കെ ആവി പോകുമ്പം അതെങ്ങാണ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ തട്ടിയാലോ നമുക്ക് ഭയങ്കര പൊള്ളലേക്കും അല്ലേ? നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ വെക്കുമ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അരി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മൂടി മാറ്റുമ്പം നമ്മൾ കയ്യിലേക്ക് ആ നീരാവി തട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ പൊള്ളുന്നതായിട്ട് തോന്നും അല്ലേ? പക്ഷെ നമുക്ക് ചൂടുവെള്ളം വീണ അത്ര ഒരു പൊള്ളൽ നമുക്ക് കേൾക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ വെള്ളം ഇത്രയും ഇങ്ങനെ ടെമ്പറേച്ചർ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുമോ? ഞാൻ പറഞ്ഞു നിങ്ങളോട് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന്. നമ്മൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞും ഇതിന് നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മൾ കുറേ നേരം ഇങ്ങനെ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സാധിക്കുക? നമ്മൾ അവസാനം ചെന്ന് നോക്കുമ്പോൾ പാത്രത്തിലെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത്? ആ വെള്ളം എവിടെ പോയി? അപ്പോൾ നമ്മൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും മുകളിൽ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ ഹീറ്റ് കൂടുന്നുണ്ടോ? വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുമോ? ഒരിക്കലും ഇല്ല. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന എനർജി അത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന എനർജി ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ജസ്റ്റ് കൺവേർട്ടിംഗ് ടു ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അത് അതിൻ്റെ വേപ്പറൈസർ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റായിട്ട് എടുക്കും. ഇത് നമ്മുടെ ഹയർ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ലേറ്റൻറ്റ് ഹീറ്റിനെ പറ്റിയൊക്കെ പഠിക്കും. ആ ഒരു മോളിക്യൂൾസിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ചുമ്മാ നിന്നാൽ നമുക്ക് പോകാൻ പറ്റുമോ? ഒന്നെങ്കിൽ നമ്മൾ കാറിന് പോകണം, അല്ലെങ്കിൽ ബൈക്കിന് പോകണം, അല്ലെങ്കിൽ നമ്മുടെ എനർജി എടുത്ത് നമ്മൾ നടന്നു പോകണം. അങ്ങനെ വേണം അല്ലേ പോകാൻ? അതേപോലെ തന്നെ വാട്ടറിനും ഒരു സ്റ്റേറ്റിൽ നിന്ന്, അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ അതിന് എനർജി ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ ബോയിലിംഗ് പോയിൻറ്റ് കഴിഞ്ഞും ഈ വാട്ടർ തിളച്ച് കഴിഞ്ഞിട്ടും ബോയിലായിക്കഴിഞ്ഞും നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ എനർജി അതെന്ത് ചെയ്യും? ആ ഹീറ്റ് എനർജി അത് ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതെടുക്കും. സോ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്? അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്, ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന വാട്ടർ അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ടൈം ഇറ്റ്സ് വേപ്പർ പ്രഷർ ഈക്വൽ ടു ദി സറൗണ്ടിങ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൻ്റെ ഈ ഒരു ബോയിലിംഗ് ടെമ്പറേച്ചർ കുറവ് കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ എന്ത് ചെയ്യുന്നു? ഈ വാട്ടർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുന്നുണ്ട്. ഹൗ ദാറ്റ് പോസിബിൾ? ഡിഡ് യു എവർ തിങ്ക് അബൌട്ട് ദാറ്റ്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇതിനുള്ള ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങളുടെ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ്.
എന്തുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ വാട്ടർ ബോയിൽസ് അറ്റ് ബിലോ 100°C? അതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രഷർ കുക്കറുണ്ടല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ, പ്രഷർ കുക്കറിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുമെന്ന്. ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രഷർ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടുമെന്ന്. എന്തുകൊണ്ടായിരിക്കും പ്രഷർ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് ഫുഡാകുന്നത്? അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ ചൂടാൻ വെക്കുമ്പം വെള്ളമൊക്കെ മൂടി വെക്കാറില്ലേ? തുറന്നു വെക്കാതെ എപ്പോഴും നമ്മളോട് വീട്ടുകാർ പറയത്തില്ലേ മൂടി വെക്കുന്ന വെള്ളം, ചൂടാക്കാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളപ്പോൾ ഇനി വീട്ടിൽ പോയി കഴിയുമ്പം ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലിപ്പം നിങ്ങളുടെ പേരൻസിൻ്റെ ഒക്കെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ അമ്മമാരോട്, എന്തുകൊണ്ടാണ് അമ്മ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു വാട്ടർ അതിൻ്റെ 100°C എന്ത് ചെയ്യുന്നത്, ബോയിൽ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ദ ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു എ വേപ്പർ ഓർ ഗ്യാസ്. അഗെയിൻ ദിസ് ഇസ് ദ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഫോർ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്. വാട്ടറിനാണ് നമ്മൾ പറഞ്ഞത് 100°C. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസുകൾ, കെമിക്കൽ സബ്സ്റ്റൻസുകൾ, അതിനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോയിലിംഗ് പോയിൻ്റാണ്. ഒരേ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കത്തില്ല എല്ലാ വസ്തുക്കൾക്കും ഉള്ളത്. എല്ലാത്തിനും ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്താ ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു കെറ്റിലാണ് കാണുന്നത് അല്ലേ? കെറ്റിലിൽ നിന്ന് നന്നായിട്ട് എന്ത് വരുന്നു, നീരാവി വരുന്നു അല്ലേ? എന്താണ്, വാട്ടർ അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുന്നതാണ് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഇതെന്താണ് കാണുന്നത്? ഒരാൾ അയാളുടെ കാറ് ബോണറ്റ് തുറന്ന് നോക്കുക അല്ലേ? അവിടെ നിന്ന് പുക വല്ലാണ്ട് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെവിടെ നിന്നാണ് പുക ഉയരുന്നത്? ഇതെന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ഇതാണ് കാറിൻ്റെ റേഡിയേറ്റർ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞപ്പം കാറിൽ നിന്ന് വല്ലാണ്ട് പുകയുയരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ റേഡിയേറ്ററിനകത്ത്, ഈ ബോണറ്റ് തുറന്ന റേഡിയേറ്ററിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാറ് ഒരുപാട് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കാറ് വല്ലാണ്ട് ചൂടാകുന്നതും കാറിലേക്ക് റേഡിയേറ്ററിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഭയങ്കര ചൂടുള്ള എന്തെങ്കിലും സാധനം, ഇപ്പോൾ തിളച്ച ചായയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടുപ്പിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഈ ചായയോ അല്ലെങ്കിൽ അങ്ങനെ ചൂടായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ എടുത്തു വെക്കുന്നത്? നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പറയുന്നതാണ് അല്ലേ, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയാണെന്ന്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മുകളിലോട്ട് മാത്രം എടുത്തു വെക്കുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും സാധനത്തിലോട്ട് അങ്ങനെ എടുത്തു വെക്കുന്നത് കാണാറുണ്ടോ? വെള്ളത്തിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വസ്തുക്കളുടെ ചൂടാറും അല്ലേ? അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? വാട്ടറിന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കാണും അല്ലേ? എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണും മറ്റ് സബ്സ്റ്റൻസിനേക്കാളും. അതുകൊണ്ടായിരിക്കും വാട്ടർ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് അതിൻ്റെ ഹീറ്റ് കുറയ്ക്കുന്നത്. എങ്ങനെയായിരിക്കും വാട്ടർ അതിൻ്റെ ഹീറ്റ് കുറയ്ക്കുന്നത്? അതിൻ്റെ ഹീറ്റ് വാട്ടർ അബ്സോർവ് ചെയ്യുമായിരിക്കും അല്ലേ? അപ്പോൾ വാട്ടറിന് ഈ ഹീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലേ? ഇങ്ങനെ പെട്ടെന്ന് വസ്തുക്കളെയൊക്കെ ചൂടാറിക്കണമെങ്കിൽ വാട്ടർ അതിന് മാത്രം അതിൻ്റെ ഹീറ്റ്, ഇപ്പോൾ ഇത്രയും ചൂടായിട്ടിരിക്കുന്ന റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ റേഡിയേറ്റർ പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ അതിനകത്തൊഴിച്ച് വെള്ളത്തിന് ആ ഹീറ്റ് മുഴുവൻ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലേ? അപ്പം ഇതിനെയാണ്, ഇത്തരത്തിലുള്ള വാട്ടറിൻ്റെ ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? There is a capacity. The water have the capacity to hold heat. ഹീറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വാട്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്ടറിൻ്റെ
ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ രണ്ട് ബീക്കറിൽ, ഒരു ബീക്കറിൽ ഒരു കോക്കനട്ട് ഓയിലും ഒരു ബീക്കറിൽ നമ്മൾ വാട്ടറും എടുക്കുന്നു വെച്ചു. നമ്മൾ അതിൻ്റെ ഹീറ്റ് ചെയ്യുവാണ്. വാട്ടർ ആയിരിക്കുമോ കോക്കനട്ട് ഓയിലായിരിക്കുമോ ഈസിലി ഹീറ്റ് ആവുന്നത്? കോക്കനട്ട് ഓയിലായിരിക്കും അല്ലേ പെട്ടെന്ന് ഹീറ്റ് ആവുന്നത്. വാട്ടർ ഹീറ്റായിട്ട് പറഞ്ഞാൽ വാട്ടർ തിളയ്ക്കണമെങ്കിൽ ഒരുപാട്, ബോയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് താമസമുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് അറിയാം, നമ്മൾ ഇപ്പം എന്തെങ്കിലും കറിക്കൊക്കെ എണ്ണ എടുക്കുവാണെങ്കിൽ എണ്ണ പെട്ടെന്ന് ചൂടായി വരും അല്ലേ. എണ്ണ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊള്ളലും ആയിരിക്കും അല്ലേ നമുക്ക്. പക്ഷെ നമ്മുടെ കയ്യിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ, ചൂടുവെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പൊള്ളലില്ല അല്ലേ. കോക്കനട്ട് ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര പൊള്ളലില്ല. അപ്പം നമുക്ക് വാട്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് ഈ ഹീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ നമ്മൾ ഈ റേഡിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, വാട്ടറിൻ്റെ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി, ആ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ റേഡിയേറ്ററിലൊക്കെ വാട്ടർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിവർ സൈഡിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ. റിവർ സൈഡിലൊക്കെ, നമ്മുടെ വീട് റിവർ സൈഡിലാണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും, നമുക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും. മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ റിവർ സൈഡിലുള്ളവർക്ക് തണുപ്പായിരിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റിവർ സൈഡിൽ നിന്നുള്ളവർക്ക് തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഹീറ്റ്, അന്തരീക്ഷത്തിലെ ചൂട് മുഴുവൻ ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്നു. ആ വെള്ളം അന്തരീക്ഷത്തിലെ ഹീറ്റ് മുഴുവൻ അബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷം എന്ത് ചെയ്യും, ഭയങ്കര കോൾഡായിരിക്കും. ഒരു കോൾഡ് നമുക്ക് ഫീൽ ചെയ്യും അന്തരീക്ഷത്തിൽ. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് റിവർ സൈഡിലുള്ളവർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ എർത്തിൽ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല തണുപ്പായിരിക്കും അല്ലേ. വേനൽക്കാലം ആയാലും നമുക്ക് ചൂട് കൂടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ 2/3 വെള്ളമാണെന്ന് പറയുന്നു. ഈ ഭൂമിയുടെ അന്തരീക്ഷ ഊഷ്മാവിനെ, ഈ ഭൂമിയുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഒരു മെയിൻ പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ വെള്ളമാണ്. ഈ 2/3 വെള്ളമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായേക്കുന്നത്. ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളുമൊക്കെ മറ്റുള്ള ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യന് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ 2/3 വെള്ളമായതുകൊണ്ടാണ്. ഓക്കെ, ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇതൊരു ഫേമസ് ആക്സിഡൻ്റ് ആണ്. അതിൻ്റെ ചിത്രമാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു വെക്കുന്നത്. ദിസ് ഇസ് എ പിക്ചർ ഓഫ് ടൈറ്റാനിക് ആക്സിഡൻറ്റ്, ദ വേൾഡ് ഫേമസ് ടൈറ്റാനിക് ആക്സിഡൻറ്റ്. ഓക്കെ, നിങ്ങൾക്കറിയാവോ ഹൗ ദറ്റ് ഹാപ്പൻസ്, ദ ടൈറ്റാനിക് ആക്സിഡൻറ്റ്? എങ്ങനെയാണ് ഈ ടൈറ്റാനിക് ആക്സിഡൻറ്റ് ഉണ്ടായത്? ഡിഡ് യു എവർ തിങ്ക് അബൌട്ട് ദാറ്റ്? ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ല, ഈ ഷിപ്പ് വന്ന് എന്തിലാണ് തട്ടുന്നത്? ഐസിൽ വന്ന് തട്ടുന്നുണ്ടല്ലേ. ഈ ഐസിൽ വന്ന് തട്ടുന്നതുകൊണ്ടാണ് ഈ ഷിപ്പിന് എന്ത് സംഭവിച്ചത്? ആക്സിഡൻറ്റ് പറ്റിയത്. ടൈറ്റാനിക് വലിയ മഞ്ഞുമലയിൽ വന്ന് അതെങ്ങനെ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു മഞ്ഞുമലയിൽ തട്ടിയപ്പോഴാണ് ടൈറ്റാനിക്കിന് ആക്സിഡൻ്റ് ആയത്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഐസ് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ് കിടക്കുന്നത്? ഈ ഐസ് എപ്പോഴാണ് ഉണ്ടാവാറ്? നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാം നമുക്ക് ഭയങ്കര കോൾഡസ്റ്റ് ആയിട്ടെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടി, കേടാവാതെ തണുപ്പിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാറില്ലേ? എങ്ങനെയാണ് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാറ്? നമ്മൾ ട്രേക്കകത്ത് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും അല്ലേ. നമ്മൾ എന്നിട്ട് കുറേ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പം ട്രേക്കകത്തെ വെള്ളം മുഴുവൻ എന്ത് ചെയ്യുന്നു? ഐസ് ക്യൂബ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ഈ ട്രേയിൽ വെള്ളം ഒഴിച്ച് ചുമ്മാ പുറത്തെവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് ഐസ് ക്യൂബ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഐസ് ക്യൂബ്സ് ആവുന്നുള്ളൂ അല്ലേ. അതേപോലെ നമ്മൾ ഐസ്ക്രീംസൊക്കെ വാങ്ങിക്കുമ്പം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര
ഐസ്ക്രീംസ് ഭയങ്കര എന്താ പറയുക, തണുത്തിരിക്കുന്നത് അല്ലേ, ഭയങ്കര തണുത്ത് കട്ടയായിട്ടിരിക്കും. നമ്മൾ മേടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഐസ്ക്രീം എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലേ. അപ്പം ഏതോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമുക്ക് ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, ഈ ഐസ് ആവുന്നത് അല്ലേ. നമ്മൾ വാട്ടർ ആ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഐസ് ക്യൂബ്സ് മെൽറ്റ് ആവാൻ തുടങ്ങും അല്ലേ. പക്ഷേ ഫ്രീസറിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഐസ് ക്യൂബ്സ് മെൽറ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, ഐസ് ക്യൂബായിട്ട് മാറുന്നത്. അത് ഏത് സ്റ്റേറ്റാണ്, ഐസ് ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റാണ് വരുന്നത്, വാട്ടറിൻ്റെ ഏത് സ്റ്റേറ്റാണത്? ഓക്കെ, വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റാണത്. നമ്മൾ നേരത്തെ കണ്ടു ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ലിക്വിഡ് ഫോമിലിരിക്കുന്ന വാട്ടർ ഈ സോളിഡ് സ്റ്റേറ്റുള്ള ഐസിലേക്ക് മാറുമ്പോൾ എന്ത് പറയുന്നത്, അതിന് നമുക്ക് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ആ ലിക്വിഡ് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു, ഫ്രീസ് ആവുന്നു. ഫ്രീസ് ടു സോളിഡ് സബ്സ്റ്റൻസസ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനാണ് നമ്മൾ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ചേഞ്ചസ് ഫ്രം എ ലിക്വിഡ് സ്റ്റേറ്റ് ടു എ സോളിഡ് സ്റ്റേറ്റ്. ദാറ്റ്സ് കോൾഡ് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ. ഓക്കെ, നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടു ഈ ടൈറ്റാനിക് ആക്സിഡൻ്റ് ഉണ്ടായത് ഈ ഐസ് ഫ്ലോട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് കണ്ടു അല്ലേ. വൈ ദ ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ? എന്തുകൊണ്ടാണ് വാട്ടറിൽ ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത്? ഡൗണിൽ ബിലോ വാട്ടറിൽ എന്ത് ചെയ്യുന്നു, ഐസ് മുകളിൽ കിടക്കുന്നു, ബിലോ വാട്ടർ ആയിരിക്കും അല്ലേ. ഐസ് എപ്പോഴും അപ്പ് സൈഡിലായിരിക്കും അല്ലേ. ഒരിക്കലും ഐസ് അടിയിൽ പോവുകയും വാട്ടർ മുകളിൽ വരികയും ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത് ഐസിന് ഡെൻസിറ്റി എന്താണ്, വാട്ടറിനേക്കാളും ലോവർ ഡെൻസിറ്റിയാണ്. ഐസ് ഹാവ് ലോവർ ഡെൻസിറ്റി ദാൻ വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാളും കുറവുള്ള സബ്സ്റ്റൻസുകൾ എപ്പോഴും വാട്ടറിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക ചെയ്യാറ്. വാട്ടറിനേക്കാളും ഡെൻസറായിട്ടുള്ള സബ്സ്റ്റൻസുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, താഴ്ന്നു പോകാറുള്ളൂ വെള്ളത്തിൽ. ഇതൊരു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറാണ്. ഐസിന് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കൊടുത്തേക്കുന്നത്. സോ നമ്മൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നതൊക്കെ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. ഫ്രീസിങ് പോയിൻ്റ് എന്നാണ് ഡിസ്കസ് ചെയ്തു, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു കുക്കറിലും അതേപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലും വാട്ടർ ബോയിൽസ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ കുക്കറൊക്കെ എന്ത് തരം മെറ്റീരിയലാണ്? അതൊരു മെറ്റാലിക് മെറ്റീരിയലാണ് കുക്കറല്ലേ. ഒരു മെറ്റാലിക് സബ്സ്റ്റൻസ് വെച്ചാണ് കുക്കറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഈ പ്രഷർ കുക്കറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മളത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ഹീറ്റ് പുറത്തോട്ട് പോകാനൊരു മാർഗ്ഗവും ഇല്ല അല്ലേ. ഹീറ്റ് കൂടിക്കഴിയുമ്പോൾ നമ്മൾ വിസിലടിക്കുന്നത് കേൾക്കാറില്ലേ, ഹീറ്റ് പോകുന്നത്. വിസിലടിക്കുമ്പോൾ വിസിലിങ്ങനെ പൊങ്ങി വന്നിട്ട് ഹീറ്റ് അതിൻ്റെ ഉള്ളിലെ ആ ഒരു പ്രഷർ മുഴുവൻ എന്ത് ചെയ്യുന്നത് പുറത്തോട്ട് കളയുന്നു അല്ലേ. നീരാവി ആയിട്ടുള്ള പ്രഷർ മുഴുവൻ പുറത്തോട്ട് പോകുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഈ കുക്കറിലൊക്കെ ആ ഒരു അതിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. സോ വാട്ടർ എന്ത് ചെയ്യുന്നു, ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കുക്കറിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പുറത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ. ഉയരങ്ങളിലേക്ക് പോകുന്തോറും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക്
ഓക്സിജൻ്റെ അഭാവം ഉണ്ട് അല്ലേ, ഓക്സിജൻ കുറവായിരിക്കും അല്ലേ. ഉയരം കൂടുന്തോറും മർദ്ദം പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ വാട്ടർ ബോയിൽസ് ബിലോ 100°C ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് കണ്ടു, ഒരുപാട് യൂസസ് ഓഫ് വാട്ടേഴ്സ് നമ്മൾ കണ്ടു, സോഴ്സസ് ഓഫ് വാട്ടേഴ്സ് കണ്ടു. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് വിത്ത് മീ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.